ഹായ്, ഇന്ന് സദ്യ സ്റ്റൈലുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പായസത്തിൻ്റെ അരി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് കഴുകി വാരി വയ്ക്കാം. പിന്നെ ഉരുളിയിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഞാൻ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് 1.5 ലിറ്റർ പാല് ചേർത്ത് തിളപ്പിച്ചു. ഇനി ഈ പാല് തിളച്ചതിന് ശേഷം വേണം അരി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ദാ അരിയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ വേവിക്കാവോ, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് കുറുകിപ്പോവും. അഥവാ കുറുകുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, അതിന് ശേഷമേ പഞ്ചസാര ചേർക്കാവൂ. ആദ്യമേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് മധുരമായി പോവേ. അതുകൊണ്ട് ആദ്യം മിൽക്ക് മെയ്ഡ് ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവം മതി കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകാൻ സാധ്യതയുണ്ട് പാലായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി നമുക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്, കൽക്കണ്ടം. കുറച്ച് കൽക്കണ്ടം കൂടി പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ പാൽപ്പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് ചേർക്കാം. അതിനായിട്ട് ആദ്യം നെയ്യ് ഒഴിച്ചു. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി അതിലേക്ക് മുന്തിരിങ്ങ കൂടി ഇട്ട് വറുത്ത് കോരിയതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.